ഖത്തറിൽ ഒരു കമ്പനി തുടങ്ങണതിലും GCCയിലെ മറ്റ് രാജ്യങ്ങളിൽ കമ്പനി തുടങ്ങണതിലും തമ്മിൽ എത്രത്തോളം കോസ്റ്റ് വ്യത്യാസമുണ്ട്? ഖത്തറിൽ വളരെ കോസ്റ്റ് കുറവാണ് കമ്പാരിറ്റീവ്ലി. കാരണം ഞാനിപ്പോ ഒരു മെഡിക്കൽ കോഡിങ്ങിന്റെ കമ്പനി സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു എസ്റ്റിമേറ്റ് എടുത്ത്, അപ്പോ UAE അവർ തന്നത് ഒരു 40,000 ദിർഹം, നാട്ടിലൊരു 10 ലക്ഷം രൂപ ആവും. സൗദിയിലാണെങ്കിൽ ഒരു 60,000 റിയാൽ വരുന്നുണ്ട്. ഖത്തറിൽ നമുക്കൊരു 5,000 6,000, നാട്ടിലൊരു 1 ലക്ഷം രൂപ കൊണ്ട് ഇവിടെ നമുക്കൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. കാരണം ഇപ്പോൾ ചേംബറിന്റെ എമൗണ്ട് ഒക്കെ 90% കുറച്ചു. അങ്ങനെ വളരെ കുറഞ്ഞ റേറ്റിൽ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് ഖത്തറിൽ തന്നെയാണ്. പക്ഷേ UAE, സൗദി പോലുള്ള രാജ്യങ്ങളിലൊക്കെ നല്ല മാർക്കറ്റല്ലേ ഉള്ളത്. ഖത്തറില് സത്യത്തില് ആ ഒരു വലിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ? സൗദി UAE പ്രത്യേകിച്ച് ഇപ്പൊ നല്ല ബൂമിംഗ് ഉള്ള ഒരു സമയം തന്നെയാണ്. പക്ഷെ ഖത്തറിലൊരു സ്റ്റേബിൾ ആയിട്ടുള്ള മാർക്കറ്റ് എപ്പോഴും ഉണ്ട് ശരിക്കും. ഇപ്പോ ഓരോ സെക്ടറിനനുസരിച്ച്, ഇപ്പോ ഹെൽത്ത് കെയർ ആവട്ടെ, IT, ടെക്നോളജി, എഡ്യൂക്കേഷൻ സെക്ടറിലൊക്കെ എല്ലാ GCC രാജ്യങ്ങളിലുള്ള അതേ ഓപ്പർച്യൂണിറ്റി ഖത്തറിൽ ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഈ മാസം തന്നെ ഓപ്പൺ ആക്കിയിട്ടുള്ള ഒരു കമ്പനി മാർഷ്യൽ ആർട്സിന്റെ നമ്മുടെ ടൈക്കോണ്ടോന്റെതാണ്. പിന്നെ അതുപോലെ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി, അവർക്ക് പുറത്തേക്കുള്ള രാജ്യങ്ങളിലേക്ക് ഇവിടുത്തെ കുട്ടികളെ പല യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ എടുക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ ഇത്തരം സെക്ടറിലൊക്കെയുള്ള, അതേപോലെ നമ്മള് മറ്റേ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന്റെ ഒന്ന് തുടങ്ങും. അപ്പോൾ ഇതൊക്കെ എല്ലാ രാജ്യങ്ങളിലും GCC രാജ്യങ്ങളിലൊക്കെ ഒരേപോലെ തന്നെ. അപ്പോൾ കോസ്റ്റ് കുറവും അതുപോലെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് എന്നുള്ളവർക്ക് ഖത്തർ ഇപ്പോഴും ശരിക്കും ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു ബിസിനസ് സ്ഥലം തന്നെയാണ് നമുക്ക് പറയാം. നമ്മുടെ പ്രൊഡക്റ്റിലും സർവീസിലും നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഖത്തർ നല്ലൊരു മാർക്കറ്റ് തന്നെയാണ്.